دين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكم أهلكنا من قرية بطرت معيشتها فتلك مساكنهم لم تسكن من بعدهم إلا قليلا وكنا نحن الوارثين. وما كان ربك مهلك القرى حتى يبعث في أمها رسولا يتلو عليهم آياتنا وما كنا مهلك القرى إلا وأهلها ظالمون. وما أوتيتم من شيء فمتاع الحياة الدنيا وزينتها وما عند الله خير وأبقى أفلا تعقلون. സ്നേഹവും ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായി സൂക്ഷിച്ച് തഖ്വയോടെ ജീവിക്കാൻ കഴിവിൻ പരമാവധി ഉത്സാഹിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നമുക്കും നമ്മുടെ നാൽക്കാലികൾക്കും കൃഷികൾക്കും കുടിക്കാനും കുളിക്കാനും ജീവിക്കാനും ആവശ്യമായ വെള്ളം, വെയിൽ, കാറ്റ്, വെളിച്ചം, വായു, മറ്റു ഇതര അനുഗ്രഹങ്ങളെല്ലാം ഒരു കൃത്യമായ നിലയിൽ നൽകിക്കൊണ്ടിരിക്കുന്നവനാണ് അല്ലാഹു. ആ വസ്തുക്കളെ നമുക്ക് അനുകൂലമാക്കിയ രക്ഷിതാവ് തന്നെ പ്രതികൂലമാക്കാനും കഴിവുള്ളവനാണ് എന്ന വിവരം ഖുർആനിലും ഹദീസിലും പല അധ്യായങ്ങളിലായി നമുക്ക് കാണാൻ കഴിയും. ഈ അനുഗ്രഹങ്ങളെ കൊണ്ട് തന്നെ ശിക്ഷകളായി അള്ളാഹു അതിനെ പരിവർത്തിപ്പിച്ച് നമ്മുടെ മുമ്പ് ഈ ഭൂമിയിൽ ജീവിച്ച് മൺമറഞ്ഞു പോയവരെ, അവരിൽ നിന്നുള്ള അക്രമികളെ, അധർമ്മികളെ അള്ളാഹു കൈകാര്യം ചെയ്ത രീതികളും വിശുദ്ധ ഖുർആനിൻ്റെ നിരവധി അധ്യായങ്ങളിലുണ്ട്. അവകളെല്ലാം അള്ളാഹു ഒരു ഉത്ബോധനം എന്ന നിലയിലും ഒരു ഉണർത്തൽ എന്ന നിലയിലും ഒരു ഗുണപാഠം എന്ന നിലയിലുമാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ആ സംഭവങ്ങളെ ഖുർആനിൽ അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവകളെ എടുത്തു പറഞ്ഞതിന് ശേഷം അള്ളാഹു ചോദിക്കുന്നത് അഫലാ തഅഖിലൂൻ, അഫലാ തദക്കറൂൻ, അഫലാ യസ്മഊൻ എന്നീ വാക്കുകളെ കൊണ്ടാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് നാം വിശദീകരിച്ച് തരുന്നത് നിങ്ങൾ ചിന്തിക്കാനാണ്, നിങ്ങൾ കാണാനാണ്, നിങ്ങൾ അറിയാനാണ്, നിങ്ങൾ ഉത്ബുദ്ധരാകാനാണ്.
പക്ഷെ ഗതികേടെന്ന് പറയട്ടെ, എല്ലാ കാലഘട്ടത്തിലെ ആളുകളും ആ ഉത്ബോധനത്തോടോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഉപദേശങ്ങളോടൊന്നും ഒരു നന്ദിയുള്ള സമീപനമല്ല സമീപിച്ചിട്ടുള്ളത്. ലോകത്തിൻ്റെ തുടക്കം മുതൽ ഇന്ന് വരെയും അങ്ങനെയാണ്. അങ്ങനെ വരുമ്പോൾ അള്ളാഹു ആ പ്രദേശക്കാരെ അല്ലെങ്കിൽ ആ രാജ്യക്കാരെ, നാട്ടുകാരെ അവൻ കൈകാര്യം ചെയ്ത രീതികളും ഖുർആനിലുണ്ട്. വിശുദ്ധ ഖുർആൻ എന്നത് ഒരു വായിച്ചു തീർക്കുന്ന ഒരു നോവൽ പുസ്തകം അല്ല, മറിച്ച് എങ്ങനെയാണ് മനുഷ്യർ ഇവിടെ ജീവിക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായി വിശദീകരിച്ച് തരുന്ന, അതിന് സഹായകരമായ കഴിഞ്ഞുപോയ സംഭവങ്ങളെ സത്യസന്ധമായി എടുത്ത് ഉദ്ധരിക്കുന്ന അള്ളാഹുവിൽ നിന്നുള്ള ഒരു കൃത്യമായ രേഖകളാണ്. ഇമാം ഹസൻ ബസരി റഹിമഹുല്ലാ ഖുർആനിനെ പറ്റി അദ്ദേഹത്തിൻ്റെ മുൻഗാമികളായ ആളുകൾ അതിനോട് സമീപിച്ച സമീപനത്തെ അദ്ദേഹം എടുത്തു പറഞ്ഞതായി കാണാൻ കഴിയും. അന്നമൻ കാന ഖബ്ലക്കും റഅവുൽ ഖുർആന റസായില മിൻ ഇൻദി റബ്ബി ഫകാനു യതദബ്ബറൂനഹാ ബില്ലൈലി വയംഫുദൂനഹാ ബിന്നഹാർ. അന്നമൻ കാന ഖബ്ലക്കും, നിങ്ങളുടെ മുമ്പ്, താബിഈ പണ്ഡിതനാണ് അദ്ദേഹം, നിങ്ങളുടെ മുൻപ് ജീവിച്ചിരുന്ന, നമ്മുടെ മുമ്പ് ജീവിച്ചിരുന്ന ആളുകൾ റഅവുൽ ഖുർആന റസായില മിൻ റബ്ബി, വിശുദ്ധ ഖുർആനിനെ അവർ കണ്ടിരുന്നത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു സന്ദേശം എന്ന നിലയിലാണ്. ഈ സന്ദേശത്തെ മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിതത്തെ നന്നാക്കി തീർക്കുന്നതിനും പാകപ്പെടുത്തുന്നതിനുമാണ് അവർ ഖുർആനിനെ കണ്ടിരുന്നത്. ഫകാനു യതദബ്ബറൂനഹാ ബില്ലൈൽ, രാത്രി അവർ ഖുർആനിനെ പാരായണം ചെയ്ത് അവർ ചിന്തിക്കുകയും വയംഫുദൂനഹാ ബിന്നഹാരി, പകലിൽ അവരുടെ ജീവിത മേഖലകളിൽ ക്രയവിക്രയ മേഖലകളിലെല്ലാം ഖുർആനിനെ രാത്രി അവർ വായിച്ച, പഠിച്ച, ഓതിയ ഭാഗങ്ങളെ പകലിൽ അവർ അതനുസരിച്ച് അതിനെ നടപ്പിലാക്കുകയും ചെയ്യുന്നവരായിരുന്നു നമ്മുടെ മുൻഗാമികളായ ആളുകളെന്ന് അദ്ദേഹം പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. അപ്പം ഈ ഒരു നിലപാടിലായിരുന്നു വിശുദ്ധ ഖുർആനിനെ നമ്മുടെ പൂർവസൂരികളായ ആളുകൾ ഖുർആനിനോടുള്ള സമീപനം അങ്ങനെയായിരുന്നു. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണ കാലഘട്ടത്തിൽ ശക്തമായ ഒരു ഭൂമി കുലുക്കം, ഒരു അത്യാഹിതം അവിടെ ഉണ്ടായി. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും: യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, മകാനത്ത് ഹാദിഹി സൽസല, ഈ ഭൂമി കുലുക്കം, ഏതത്യാഹിതമാകട്ടെ ആ സംഭവം, ഇല്ലാ അൻ ഷൈഇൻ അഹ്ദസ്തുമൂഹു, നിങ്ങൾ ചെയ്തു കൂട്ടിയ എന്തോ പ്രശ്നം കാരണം കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത്. എന്താണെന്ന് എനിക്കറിയില്ല. ഇവിടെ ഉണ്ടായ ഈ അത്യാഹിതം, ഈ സൽസലത്ത്, അല്ലെങ്കിൽ ഈ വെള്ളപ്പൊക്കം, അല്ലെങ്കിൽ ഈ കൊടുങ്കാറ്റ്, അല്ലെങ്കിൽ ശക്തമായ ഉഷ്ണം, അല്ലെങ്കിൽ ചൂടുകാറ്റ്, ഇവകൾ ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ ചെയ്തു കൂട്ടിയ എന്തോ ഒരു വലിയ അനീതി, അക്രമം, അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത എന്തോ ഒരു പ്രവൃത്തി കാരണം കൊണ്ടാണ് ഉണ്ടായത്. വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ നഫ്സ്, എൻ്റെ ശരീരം ആരുടെ കയ്യിലാണോ ആ അള്ളാഹുവിനെ തന്നെ സത്യം, ലൈനാദത്ത്, ഇനി ഇവിടെ ഭൂമി കുലുങ്ങിയാൽ അല്ലെങ്കിൽ ഒരു അത്യാഹിതമുണ്ടായാൽ, ലാ ഉസാക്കിനുക്കും ഫീഹ അബദ, ഞാനിനി നിങ്ങളുടെ കൂടെ ഇവിടെ താമസിക്കൂല കേട്ടോ, എന്നെക്കൊണ്ട് പറ്റൂല ഈ ഇടങ്ങേറി ചെന്നയാളാൻ. അപ്പോൾ ഈ രണ്ട് വാചകങ്ങൾ, ഉമർ അള്ളാഹുവിൻ്റെ ഈ ഉപദേശവും ഹസൻ ബസറി റളിയല്ലാഹു അൻഹുവിൻ്റെ ആ വാക്കുകളും, സഹോദരങ്ങളെ, എന്നെയും നിങ്ങളെയും ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ്. ഒരാളെ വ്യക്തിപരമായോ അല്ലെങ്കിൽ ഒരു സമൂഹത്തെയോ അല്ല ഇവിടെ കുറച്ചു പറയുന്നത്. നമ്മളെല്ലാവരും ഇതിൽ ഭാഗവാക്കാണ്.
എന്തുകൊണ്ടാണ് നമ്മുടെ നാടുകളിൽ ഇന്ന് ഇവിടെയാണെങ്കിൽ നാളെ വേറൊരു സ്ഥലത്താണ്, അതിനപ്പുറ ദിവസം വേറൊരു സ്ഥലത്താണ്, ചിലപ്പോൾ എല്ലാ വർഷവും വന്നേക്കാം. ഇതെല്ലാം ആവർത്തിച്ചിങ്ങനെ വരുന്നത് എൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ വരുന്ന അള്ളാഹുവിനോടും അവൻ്റെ ദീനിനോടുമുള്ള സമീപനത്തിൻ്റെ വിപരീത ഫലം കൊണ്ടാണ്. അതിനെ സമീപിക്കേണ്ടതുപോലെയല്ല ഖുർആനിനോടും സുന്നത്തിനോടും ദീനിനോടും നാം സമീപനം കൈക്കൊള്ളുന്നത്. ഒരു മേഖല എന്നല്ല, എല്ലാ മേഖലകളിലും എടുത്തു പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഞാൻ എന്നോടും നമ്മൾ എല്ലാവരോടും നമുക്ക് പറയാനുള്ളത്, എൻ്റെ സഹോദരങ്ങളെ, നാം ഈ ഭൂമിയിൽ ജീവിക്കേണ്ടവരാണ് ഒരു നിശ്ചിത സമയം വരെ. അതിനു വേണ്ടിയാണ് ഈ ഭൂമിയെ അള്ളാഹു ആയിരക്കണക്കിന് ഗോളങ്ങളിൽ നിന്നും വ്യത്യസ്തമായി എല്ലാവിധ സൗകര്യത്തോടു കൂടി ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത്. വേറെ ഒരു സ്ഥലത്തും ഇതേപോലെ ജീവിക്കാനുള്ള സൗകര്യങ്ങളില്ല. പല സ്ഥലങ്ങളും ആളുകൾ അന്വേഷിക്കുന്നുണ്ടെങ്കിലും അവിടെ ഒന്നും നാം ഇപ്പോൾ ഇങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് പോലെ ജീവിക്കാനുള്ള സംവിധാനം അള്ളാഹു അവിടെ ഒന്നും നിശ്ചയിച്ചിട്ടില്ല. ഇവിടെയാണ് ഇതെല്ലാം നിശ്ചയിച്ചത്. ഒരു നിശ്ചിത സമയം വരെ അള്ളാഹു തീരുമാനിച്ച ആയുസ് വരെ, ഈ ഭൂമിയുടെയും നമ്മിൽ ഓരോരുത്തരുടെയും. അപ്പോൾ ഇവിടെ ഈ സംവിധാനത്തെ കൃത്യമായ നിലയിൽ അവൻ തന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് നന്ദിയുള്ളവരായി മാറുക എന്നതാണ് ഈ സംവിധാനത്തെ ഉൾക്കൊണ്ട് അല്ലെങ്കിൽ അനുഭവിച്ച് ജീവിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം. പ്രത്യേകിച്ച് വിശുദ്ധ വചനം ഉച്ചരിക്കുകയും വിശുദ്ധ ഖുർആനിനെ അള്ളാഹുവിൽ നിന്നുള്ള ഗ്രന്ഥമായി അംഗീകരിക്കുകയും പ്രവാചകന്മാരിലും മാലാഖമാരിലും അന്ത്യദിനത്തിലും നന്മതിന്മകളിലും ഗ്രന്ഥങ്ങളിലും ഒക്കെ അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്ന മുസ്ലിങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്വം നമുക്ക് മറ്റുള്ളവരെക്കാൾ വർദ്ധിതമാണ്. ഇത്രയും നാള് നമ്മുടെയൊക്കെ ആവലാതി, എന്തൊരു ചൂടാ, ഉറങ്ങാൻ പറ്റുന്നില്ല, അതുപോലെ തന്നെ വിശ്രമിക്കാൻ പറ്റുന്നില്ല, AC ഇല്ലാതെ ഒരു സ്ഥലത്തും താമസിക്കാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെ എല്ലാവരും വാങ്ങിക്കൂട്ടി. ഇപ്പോൾ നാം പറയുന്നത്, എത്ര വലിയ മഴയാ, ഇതെന്താണൊന്നും മാറാത്തത്. ഇതാരാണ് നമ്മെക്കൊണ്ട് സഹോദരങ്ങളെ ഇങ്ങനെ പറയിപ്പിക്കുന്നത്? നാം തന്നെയല്ലേ. നമ്മുടെ ഈ ഭൂമി അള്ളാഹു നമുക്കിവിടെ സംവിധാനിച്ചത് എത്ര വർഷങ്ങളായി ഇവിടെ ആളുകൾ ജീവിക്കുന്നു. ആളുകളുടെ കർമ്മഫലമായി കൊണ്ടല്ലേ ഇത് രക്ഷിതാവ് അനുകൂലവും പ്രതികൂലവുമാക്കി തീർക്കുന്നത്. അതിൻ്റെ എത്രയോ സംഭവങ്ങളാണ് ഖുർആനിൽ നമുക്ക് അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. വആദൻ വസമൂദ വഅസ്ഹാബർ റസി വഖുറൂനൻ ബൈന ദാലിക കസീറ. സ്വാലിഹ് നബിയുടെ പാർട്ടിക്കാര്, ഹൂദ് നബിയുടെ പാർട്ടിക്കാര്, കിണറിൻ്റെ ഭാഗത്ത് താമസിച്ചിരുന്നവര്, വഖുറൂനൻ ബൈന ദാലിക, അല്ലാതെയും വേറെയും പല പ്രദേശങ്ങളിലും നാടുകളിലും താമസിച്ചിരുന്ന എത്രയോ സമുദായങ്ങളെയാണ് നാം കൈകാര്യം ചെയ്തത്. അള്ളാഹു ഇതിൻ്റെയൊക്കെ അവസാനം ചോദിക്കുന്നുണ്ട്, ഇന്ന ഫീ ദാലിക ലആയ, ഇവരുടെ ചരിത്രങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരുന്നതിലും അവരുടെ ചരിത്രങ്ങളിലും അവർക്ക് സംഭവിച്ച അത്യാഹിതത്തിലും നിങ്ങൾക്ക് ഗുണപാഠമുണ്ട്, ദൃഷ്ടാന്തമുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞത് വെറുതെ ബറക്കത്തിനു വേണ്ടി ഖത്തം ഓതി തീർക്കാനാണോ? നാം എന്തുകൊണ്ട് ഈ വിഷയങ്ങളിൽ ശ്രദ്ധാകുലരാകുന്നില്ല? വകുല്ലൻ ദറബ്നാ ലഹുൽ അംസാൽ, ഇവർക്കെല്ലാവർക്കും പല നിലയിലുള്ള കാര്യങ്ങൾ നാം പറഞ്ഞു കൊടുത്തിരുന്നു. ആദിനോട് പറഞ്ഞു, സമൂദിനോട് പറഞ്ഞു, അസ്ഹാബുർ റസ്സിനോട് പറഞ്ഞു, അസ്ഹാബുൽ ഐക്കയോട് പറഞ്ഞു. വകുദ്ദിബ മൂസ നബിയെയും കളവാക്കിയില്ലേ? വഖൗമു ഇബ്രാഹിം വഖൗമു ലൂത്ത്, ലൂത്തിൻ്റെ ജനത, ഇബ്രാഹിമിൻ്റെ ജനത, ഇവരെല്ലാവരും അവരവരുടെ പ്രവാചകന്മാരെ കളവാക്കുകയും
അവരുടെ കൽപ്പനകളെ ധിക്കരിക്കുകയും ചെയ്തപ്പോൾ അവർക്ക് നാം നൽകിയ നടപടി, അവരോട് സ്വീകരിച്ച നിലപാട് വകുല്ലൻ തബ്ബർന തത്ബീറ, എല്ലാത്തിനെയും നാം തരിപ്പണമാക്കുകയാണ് ചെയ്തത്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മളോട് ഈ ഒരു നിലപാട് അള്ളാഹു ഇതേവരെ നിലവിൽ സ്വീകരിച്ചിട്ടില്ല. അള്ളാഹുവിന് ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. നമ്മെ അങ്ങനെ തന്നെ തകർത്ത് കളയാനും വേറൊരു സമൂഹത്തെ കൊണ്ടുവരാനും, ഇല്ലെങ്കിൽ ഇതിനെ അറേബ്യയിലെ പല നാടുകൾ പോലെ നമ്മുടെ നാടുകളെയൊക്കെ ഭൂമിയുടെ അടിയിലേക്കാക്കി മാറ്റിക്കളയാനൊന്നും അള്ളാഹുവിന് ഒരു പ്രയാസവുമില്ല. ആരും അവനോട് അതേ സംബന്ധിച്ച് ചോദ്യവുമില്ല. വന്നാൽ അനുഭവിക്കലല്ലാതെ, കൈകാലിട്ടടിക്കലല്ലാതെ സഹോദരങ്ങളെ നിർവാഹമില്ല. വകുല്ലൻ തബ്ബർന തത്ബീറ, അവരെല്ലാവരെയും നാം കൈകാര്യം ചെയ്തു. വലഖദ് അത്തൗ അലൽ ഖറിയത്തില്ലത്തി ഉംതിറത്തു മതറസ്സൗഇ, മോശമായ ശക്തമായ കൊടുങ്കാറ്റോടു കൂടിയുള്ള അല്ലെങ്കിൽ കൊടും മഴയായി നശിപ്പിക്കപ്പെട്ട നാടിലൂടെ ഇവർ നടന്നു പോകുന്നില്ലേ? അഫലം യകൂനു യറൗനഹ, അവർ കാണുന്നില്ലേ ആ നാടിനെ എങ്ങനെയാണ് നാം കൈകാര്യം ചെയ്തതെന്ന്? ബൽ കാനൂ ലാ യർജൂന നുശൂറ, ആ നാട്ടുകാരും ഈ നടന്നു പോകുന്നവന്മാരുടെയും തെറ്റെന്തായിരുന്നു അള്ളാഹു എന്ന് പറയുകയാണ്. ബൽ കാനൂ ലാ യർജൂന നുശൂറ, അവരിൽ ബഹുഭൂരിഭാഗവും നുശൂർ, ഖബറിൽ നിന്നും രണ്ടാമതൊരു ജീവിതം ഉണ്ട് എന്ന് വിശ്വസിക്കാത്തവരായിരുന്നു. അന്നും അതെ, ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. നാസ്തികർ അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത് എല്ലാ മേഖലകളിലും അങ്ങനെയുള്ള പരിപാടികൾ എന്തൊക്കെ വേണോ അതെല്ലാം അവർ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മക്കളും നമ്മുടെ തലമുറയും അതിനൊക്കെ അടിമകളായി വശംവദരായി സഹോദരങ്ങളെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരെ കൈകാര്യം ചെയ്തതുപോലെ കൈകാര്യം ചെയ്യാനുള്ള സമയം വരുന്നു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ വേണം നാം എല്ലാവരും മുന്നോട്ട് പോകാൻ. വകുല്ലൻ തബ്ബർന തത്ബീറ വഇദാ റഅൗക യത്തഖിദൂനക ഇല്ലാ ഹുസുവ, ഇനി ഇതെല്ലാം മാറി എല്ലാം റാഹത്തായി സന്തോഷത്തോടെ ജീവിക്കുകയാണ്. അപ്പോഴാ ഒരു പ്രബോധകൻ ചെന്ന് അദ്ദേഹത്തോട്, അല്ലെങ്കിൽ ആ സമൂഹത്തോട്, അല്ലെങ്കിൽ ആ കുട്ടികളോട്, അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരോട്, അല്ലെങ്കിൽ കാരികളോട് ആഖിറത്തിനെ പറ്റിയും അവിടെയുള്ള നടപടികളെപ്പറ്റിയും സൃഷ്ടാവിനെ പറ്റിയും പ്രവാചകന്മാരെ പറ്റിയും ഒക്കെ അവരോട് എന്തെങ്കിലും ഉപദേശം കൊടുക്കാൻ വേണ്ടി പ്രബോധകന്മാർ ചെന്നാൽ അവർ നിങ്ങളെ ഹുസുവ്, കളിയാക്കുന്നവരായിരിക്കും. ഒരനുകൂല സമീപനമല്ല അവർ നിങ്ങളോട് സ്വീകരിക്കുന്നു. വമാ കാന അക്സറുഹും മുഅ്മിനീൻ, അവരിൽ ബഹുഭൂരിഭാഗവും സത്യവിശ്വാസത്തെ സ്വീകരിക്കുന്നവരായിരുന്നില്ല എന്ന് മുൻഗാമികളെ കൈകാര്യം ചെയ്ത രീതികളും അവസ്ഥകളും ഒക്കെ പ്രതിപാദിച്ചുകൊണ്ട് അള്ളാഹു നമ്മെയും ഉണർത്തുകയാണ്. ഇന്ന ഫീ ദാലിക ലആയ, ഈ മുൻഗാമികളുടെ വിഷയങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പാഠമുണ്ടട്ടോ, അത് ഓർമ്മ വേണം. ഇല്ലെങ്കിൽ വർഷങ്ങൾ തോറും ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും. അവസാനം നിങ്ങൾക്ക് പിടിച്ച് കിട്ടാൻ കഴിയാത്ത നിലയിലുള്ള ഒരവസ്ഥയിലേക്ക് മൊത്തത്തിൽ നിങ്ങൾ എത്തപ്പെടും എന്ന വിവരം അള്ളാഹു നമ്മെ അറിയിക്കുകയാണ്. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. എപ്പോഴും നാം പറയുന്നതാണ്, നമ്മളോട് എല്ലാ ദിവസവും ഇത് ഓതണമെന്ന് അള്ളാഹുവിൻ്റെ നിർദ്ദേശമുള്ളതാ റസൂലിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ, ചെറിയ നിലയിലുള്ള ശിക്ഷകൾ കൊണ്ട് നിങ്ങളെ നാം ശിക്ഷിക്കും. ദൂനൽ അദാബിൽ അക്ബരി, വലുതു വരുന്നതിന് മുമ്പ്, മൊത്തം മണ്ണിലേക്ക് അടിച്ച് നശിപ്പിക്കുന്നതിനു മുമ്പ് ചെറിയ നിലയിലുള്ള പണിഷ്മെൻറ്റും പണികളും ചെറിയ ശിക്ഷാ നടപടികളും ഒക്കെ നിങ്ങൾക്ക് നാം തരും വലുതു വരുന്നതിന് മുമ്പ്. എന്തിനു വേണ്ടിയാ? ലഅല്ലഹും യർജിഊൻ,
വലുതിലേക്ക് നിങ്ങൾ എത്താതിരിക്കാനുള്ള വിശ്വാസവും പ്രവൃത്തിയും നിങ്ങളിൽ ഉണ്ടായിത്തീരാൻ വേണ്ടിയാണ്. സബഅ് നിവാസികളെ, യമനിലെ സബഅ് നിവാസികളെ കൈകാര്യം ചെയ്തതും അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്. അദ്ധ്യായം സബയിലൂടെ. സബയിൽ നിങ്ങൾക്ക് ഗുണപാഠമുണ്ട്. എല്ലാ സൗകര്യങ്ങളും അവർക്ക് നാം ചെയ്തു കൊടുത്തിരുന്നു. ഇഷ്ടം പോലെ കായികനികളും ഫലങ്ങളും സമ്പത്തും പ്രതാപവും ഒക്കെ അന്നത്തെ ലോകത്ത് വച്ച് സബകാർക്കായിരുന്നു, യമൻ നിവാസികൾക്കായിരുന്നു. പക്ഷേ അതെല്ലാം അനുഭവിച്ചുകൊണ്ട് അവർ ധിക്കാരം അതിരു കവിഞ്ഞപ്പോൾ എവിടെ നിന്നൊക്കെയോ ഉരുളുപൊട്ടലുണ്ടായി. മലവെള്ളപ്പാച്ചൽ അവരുടെ മേൽ നാം പറഞ്ഞയച്ചു. അവരുടെ വീടുകളും അവരുടെ കോട്ടകളും അവരുടെ കൃഷികളും എല്ലാം നശിച്ചു. ചെളിയായി മണ്ണ് അടിഞ്ഞുകൂടി. അവസാനം അള്ളാഹു പറയുന്നു, കുറേ കയ്പുള്ള പഴങ്ങളും കാറ്റാടി മരങ്ങളും ആർക്കും വേണ്ടാത്ത നിലയിലുള്ള ഉപയോഗശൂന്യമായ ഒരു നാടായി ആ നാടിനെ നാം മാറ്റി. അവരോട് നാം പറഞ്ഞിരുന്നു, നന്ദിയുള്ള ദാസന്മാരായി നിങ്ങൾ മാറിയാൽ നല്ലൊരു നാടാണ് നിങ്ങൾക്ക് നാം സംവിധാനിച്ചിട്ടുള്ളത്. എന്തെങ്കിലും കൊച്ചു തെറ്റുകൾ വന്നാൽ പൊറുക്കണ രക്ഷിതാവേ എന്ന് പറഞ്ഞാൽ പൊറുത്തു തരാൻ റെഡിയുള്ള റബ്ബാണ് നിങ്ങളുടെ റബ്ബ്. ആ റബ്ബിന് നന്ദിയോടെ നിങ്ങൾ ജീവിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ അതിനെ അനുസരിക്കാൻ തയ്യാറായില്ല. ദാലിക ജസൈനാഹും ബിമാ കഫറു. നിഷേധികൾക്ക് ഇങ്ങനെയാ ഞാൻ കൂലി കൊടുക്കുന്നത് ഇവിടെ. വഹൽ നുജാസി ഇല്ലൽ കഫൂർ. നിഷേധികൾക്ക് ഇങ്ങനെയല്ലാതെ പിന്നെ എന്ത് മറുപടി കൊടുക്കാനാ, എന്ത് കൂലിയാ കൊടുക്കേണ്ടത്? ലലമു അൻഫുസഹും, സ്വന്തം ശരീരത്തോട് അവർ അക്രമം കാണിച്ചു. ഫജഅൽനാഹും അഹാദീസ വമസ്സഖനാഹും കുല്ല മുമസ്സഖ്. അവരുടെ സംഭവം തന്നെ ഒരു പഴങ്കഥ പോലെയായി നാം മാറ്റി. അവരെ പൂർണ്ണമായും നാം തകർത്ത് തരിപ്പണമാക്കി പിച്ചു ചീന്തി. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലികുല്ലി സബ്ബാരിൻ ശക്കൂർ. ഇവിടെയും അള്ളാഹു പറയുന്നു, ക്ഷമാശീലർക്കും നന്ദിയുള്ളവർക്കും തീർച്ചയായും ഇതിലും ഗുണപാഠമുണ്ട്. പക്ഷേ ഈ ആയത്തുകളൊക്കെ നമ്മളിങ്ങനെ ഓതാമെന്നല്ലാതെ പറയാമെന്നല്ലാതെ എൻ്റെയോ നമ്മുടെയോ ഒന്നും ജീവിതത്തിലേക്ക് ഈ കഥകളൊന്നും ഈ സംഭവങ്ങളൊന്നും സഹോദരങ്ങളെ കടന്നു വരാറില്ല. അത്യാഹിതങ്ങൾ വരുന്നു, അതിനെല്ലാം നാം ഭൗതിക കാരണങ്ങൾ കണ്ടുപിടിക്കുന്നു. അതിന് തടയിടാനുള്ള ഭൗതിക കാര്യങ്ങൾ നാം തേടിപ്പിടിക്കുന്നു. പക്ഷേ അതിനെല്ലാം തട്ടിമറിച്ചുകൊണ്ട് അടുത്ത വർഷം വീണ്ടും വരുന്നു, അതിന് മുകളിലായിക്കൊണ്ട്. അള്ളാഹു തന്നെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. ഓരോ പ്രാവശ്യവും അവലാ യറൗന അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമിൻ മറത്തൻ ഔ മറത്തൈൻ. എല്ലാ വർഷവും ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം അല്ലെങ്കിൽ അതിൽ കൂടുതലായി നിങ്ങളെ പല നിലയിലുള്ള പരീക്ഷണങ്ങൾ കൊണ്ട് പരീക്ഷിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഏതൊക്കെ നിലയിലുള്ള പരീക്ഷണങ്ങളാ? വെള്ളപ്പൊക്കം മാത്രമാണോ? വേറെയും ഭൗതികമായ എത്രയെത്രയോ പരീക്ഷണങ്ങളാണ് തുടർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണങ്ങൾ അങ്ങനെ, അള്ളാഹു സംവിധാനിച്ച ഭൂമിയിൽ നിന്നുള്ള പരീക്ഷണങ്ങളാണെങ്കിൽ അങ്ങനെ, സ്വാതന്ത്ര്യപരമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ അങ്ങനെ. മൊത്തത്തിൽ ഭൂമി, നമ്മുടെ നാട് നമുക്ക് സഹോദരങ്ങളെ കുടുസായിരിക്കുകയാണ്, വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാട് സ്വതന്ത്രമായിരുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ വായു നാം അനുഭവിച്ചു, വേണ്ടുവോളം അള്ളാഹു നമുക്ക് നൽകി. പക്ഷേ അതിനൊന്നും തിരിച്ച് റബ്ബിനോട് മനസ്സറിഞ്ഞുകൊണ്ട് ഹംദ് പറയാൻ, ആ ഹംദിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറയുന്നതോടൊപ്പം നന്ദി പ്രകടിപ്പിക്കാൻ നാം തയ്യാറാവാതെ വന്നപ്പോൾ അള്ളാഹു 1 എന്നുള്ളത് മാറ്റി 2 ആക്കി, 2 എന്നുള്ളത് മാറ്റി 3 ആക്കി. അല്ല, 12 മാസവും സഹോദരങ്ങളെ പരീക്ഷണങ്ങൾ ഒന്നിനു പിറകെ മറ്റൊന്നായി നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നാം ഒക്കെ നമ്മുടെ ജീവിതത്തെ ഒരു പരിവർത്തനത്തിനും ഒരു വിചിന്തനത്തിനും ഒരു ഉണർവിനും
ഒന്ന് മാറ്റാൻ തയ്യാറാവാനുള്ള പരിശ്രമം ഇനിയെങ്കിലും ചെയ്തില്ലെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ വീടുകളും നമ്മുടെ നാടുകളും ഭൗതികമായും ആത്മീയമായുമുള്ള പരീക്ഷണങ്ങൾ കൊണ്ട് നാം നെട്ടോട്ടം ഓടേണ്ടി വരും. ചിലപ്പോൾ മുൻഗാമികളെ അള്ളാഹു തകർത്ത് കളഞ്ഞതുപോലെ മൊത്തത്തിൽ തന്നെ അള്ളാഹു നശിപ്പിക്കുകയും ചെയ്യും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വിശുദ്ധ ഖുർആൻ എന്നത് ഒരു പഴങ്കഥയല്ല. ആണ് എന്ന് വിചാരിക്കുന്ന ആളുകൾ ബുദ്ധിയില്ലാത്തവരാണ്. അവരുടെ ബുദ്ധിശൂന്യതയാണ് ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണം. അതിനെ അനുകൂലിക്കുന്നവർ വ്യാപകമായതും പെരുത്തതുകൊണ്ടുമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അതോടൊപ്പം തന്നെ രക്ഷിതാവിനെ സമ്മതിക്കുന്ന നമ്മുടെ പല പ്രവർത്തനങ്ങളും അള്ളാഹുവിനും അവൻ്റെ ദീനിനും ഘടകവിരുദ്ധമാണ്. പലിശയുടെ മേഖല നോക്കുകയാണെങ്കിലും, ആഡംബരത്തിൻ്റെ മേഖല നോക്കുകയാണെങ്കിലും, കുടുംബപരമായ രീതികളിലാണെങ്കിലും, വിദ്യാഭ്യാസപരമായ മേഖലകളിലാണെങ്കിലും എല്ലാം അള്ളാഹ് സൃഷ്ടാവായ രക്ഷിതാവിനോട് ഘടകവിരുദ്ധമായ പ്രവർത്തനങ്ങളും സംഭവങ്ങളുമാണ് സഹോദരങ്ങളെ നമ്മിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നാം ഉണരുക, റബ്ബിലേക്ക് മടങ്ങുക. ഖുർആൻ എന്നത് ഒരു കഥയല്ല എന്ന് മനസ്സിലാക്കി അത് ജീവിച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥമാണെന്നും അതിലുള്ളതനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് അള്ളാഹു നമുക്കത് നൽകിയത് എന്ന ഒരു ഉത്തമ ബോധം നമുക്കൊക്കെ ഉണ്ടാക്കി നല്ല ഒരു ജീവിതത്തിലേക്ക്, ഇഹത്തിലും പരത്തിലും സ്വസ്ഥതയും സമാധാനവും സന്തോഷമുള്ള ഒരു ജീവിതത്തിലേക്ക് മടങ്ങാൻ അള്ളാഹു നമുക്കും എല്ലാ മുസ്ലിങ്ങൾക്കും എല്ലാ മനുഷ്യന്മാർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അയ്യുഹന്നാസ് ഊസികും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفلم يسيروا في الأرض فتكون لهم قلوب يعقلون بها أو آذان يسمعون بها فإنها لا تعمى الأبصار ولكن تعمى القلوب التي في الصدور. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായി സൂക്ഷിച്ച് തഖ്വയോടെ ജീവിക്കാൻ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാൻ കഴിവിൻ പരമാവധി ശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. മഴ വലിയ അനുഗ്രഹമാണ്. മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനകൾ ഹദീസുകളിലുണ്ട്. മഴ പെയ്യുമ്പോൾ പ്രാർത്ഥിക്കാനുള്ളതും മഴ കഴിഞ്ഞാലുള്ള പ്രാർത്ഥനയും ഹദീസുകളിലുണ്ട്. അതിനോടുള്ള നന്ദിയാണ് ആ പ്രാർത്ഥനകൾ നാം പഠിക്കുകയും അതിനെ അങ്ങനെ പ്രാർത്ഥിക്കുകയും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും ചെയ്യുക എന്നത്. പക്ഷേ നിങ്ങളെ ഒരാളെയല്ല, എല്ലാവരും അതിൽ വിമുഖത കാട്ടുന്നവരാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മഴയ്ക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു: പടച്ചോനെ അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിയ. കഠിനമായ ചൂട് വരുമ്പോൾ, വെള്ളമില്ലാതെ വരുമ്പോൾ പടച്ചോനെ ഞങ്ങൾക്ക് മഴ തരണേ എന്നല്ല അതിൻ്റെ അർത്ഥം, ഉപകാരമുള്ള മഴ നൽകണേ. ഉപകാരമുള്ള മഴ എന്നതിൽ ശിക്ഷയായ മഴയില്ല. നാം ആരും അങ്ങനെ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല. മഴ പെയ്യുമ്പോൾ പെയ്തു കഴിഞ്ഞാൽ നല്ല മഴ കിട്ടി എന്ന് പറയും. മുത്തിർനാ ബി ഫളലില്ലാഹി വറഹ്മതിഹി, അള്ളാഹുവിൻ്റെ കാരുണ്യവും അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടാണ് ഞങ്ങൾക്ക് മഴ കിട്ടിയത് എന്നൊരു നന്ദി വാക്ക് നമ്മൾ പറയാറില്ല. അല്ലാഹുമ്മ ഹവാലൈന വല അലൈന, അല്ലാഹുമ്മ അലൽ ആഖാം വല്ലിറാബ് വബുത്തൂനിൽ ഔദിയ വമനാബിത്തിശ് ശജർ. പടച്ചോനെ മഴ മതി,
ഞങ്ങൾക്കെതിരിലായി വരുന്ന, ശിക്ഷയായി വരുന്ന ഉരുൾപൊട്ടൽ പോലെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാക്കുന്ന, ഞങ്ങളുടെ നദികൾ കരകവിഞ്ഞൊഴുകി ഞങ്ങളുടെ വീടുകളും കിണറുകളും ഞങ്ങളുടെ ഉപകരണങ്ങളും ഞങ്ങളുടെ ഡ്രസ്സുകളും ഞങ്ങളുടെ സമ്പത്തും ഒക്കെ നശിപ്പിക്കുന്ന നിലയിലുള്ള മഴ പടച്ചോനെ ഞങ്ങൾക്ക് നീ തരല്ലേ എന്ന് പ്രാർത്ഥിക്കൽ വിശ്വാസിയുടെ ബാധ്യതയാണ്, കടമയാണ്. അവനത് പഠിക്കണം, പഠിച്ചേ പറ്റൂ. വേറെ 100,000 കാര്യങ്ങൾ സഹോദരങ്ങളെ നാം പഠിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്, അതൊക്കെ നാം പറയുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് മഴയുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ചൂടുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ മഴ വിപത്തായി വരാതിരിക്കാനുള്ള രക്ഷിതാവിനോടുള്ള പ്രാർത്ഥന നാം പഠിക്കുന്നില്ല? എന്തുകൊണ്ട് പഠിച്ചവർ തന്നെ അത് പറയുന്നില്ല, മറ്റുള്ളവർക്ക് അത് ഉത്ബോധനം നൽകുന്നില്ല? ഇതൊക്കെ രക്ഷിതാവിൻ്റെ ഭാഗത്തു നിന്നും ശിക്ഷകൾ വരാനുള്ള പല പല കാരണങ്ങളിൽപ്പെട്ടതാണ്. ഉപകാരമുള്ള മഴ മതി പടച്ചോനെ എന്ന് നിരന്തരം അപേക്ഷിക്കണം രക്ഷിതാവിനോട്. പ്രകൃതി തന്നെ അങ്ങോട്ട് ദുരന്തമായി വരുന്നതല്ല, ദുരിത പെയ്ത്തുമല്ല, കാരുണ്യത്തിൻ്റെതാണിതെല്ലാം. കാരുണ്യക്കേടാക്കുന്നത് നമ്മുടെ പ്രവൃത്തിയാണ്. ഏതെങ്കിലും ഉൾക്കടലിൽ അടിഞ്ഞുകൂടുന്നതല്ല, അതിനെ അടിച്ചു കൂട്ടുന്നതാണ് രക്ഷിതാവ്. അതിനെ പാകത്തിന് പെയ്യിപ്പിക്കാൻ മേഘവിസ്ഫോടനം അല്ലാതെ തന്നെ സുഖകരമായ നമ്മുടെ കൃഷികൾക്കും നാടിനും വീടിനുമൊക്കെ ഉപകാരപ്രദമായ മഴ വർഷിപ്പിച്ചു കൊണ്ടിരിക്കുന്നവനാ രക്ഷിതാവ്. ആ രക്ഷിതാവിനോട് തന്നെ നാം ഈ വിഷയത്തിലും അപേക്ഷിച്ചാൽ തീർച്ചയായും നമ്മുടെ പ്രാർത്ഥന അവൻ കബൂലാക്കുക, സ്വീകരിക്കുക തന്നെ ചെയ്യും. പക്ഷേ നമ്മളാരും ഈ വിഷയം ശ്രദ്ധിക്കാറേയില്ല. സഹോദരങ്ങളെ, നാം ഇത് പഠിക്കണം, നാം മനസ്സിലാക്കണം. ഒരു ശിക്ഷ വന്നാൽ നല്ല ആളുകളും അവിടെ ഉണ്ടാവും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ പ്രവാചകനോട് ചോദിച്ചു, പ്രവാചകരെ, അഫനഹ്ലികു ഫീന സാലിഹൂൻ, നല്ല മനുഷ്യന്മാർ ഞങ്ങളിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ ശിക്ഷിക്കപ്പെടുമോ? തങ്ങൾ മറുപടി പറഞ്ഞു, നഅം, അതേ, ശിക്ഷിക്കപ്പെടും. ഇദാ കസുറൽ ഖബസു, വൃത്തികെട്ട ആളുകളും വൃത്തികേടും അധികരിച്ചാൽ എല്ലാവരെയും ശിക്ഷിക്കും. സുമ്മ യുബഅസു അലാ നിയ്യാതിഹിം, പുനർജന്മത്തിൽ അവരവരുടെ കർമ്മത്തിനും നെയ്യത്തിനും അനുസരിച്ച് യാത്രയാക്കപ്പെടുകയും ചെയ്യും. നല്ലവരാണെങ്കിൽ നല്ല അവസ്ഥയിൽ, മോശമാണെങ്കിൽ മോശം അവസ്ഥയിൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം അള്ളാഹുവും റസൂലും നമ്മോട് പറഞ്ഞിട്ടുള്ള പ്രാർത്ഥനകളാണെങ്കിലും ദുആകളാണെങ്കിലും പ്രവർത്തികളാണെങ്കിലും വിശ്വാസങ്ങളാണെങ്കിലും എല്ലാം നല്ല നിലയിൽ നാം ഒന്നിച്ചു മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ അള്ളാഹു ജീവിക്കാൻ സംവിധാനിച്ച ഈ ഭൂമിയിൽ തന്നെ നല്ല റാഹത്തോടെ, സ്വാതന്ത്ര്യത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയൂ. ഇല്ലെങ്കിൽ മലകളായും വെള്ളങ്ങളായും ഭരണാധികാരികളിൽ നിന്നുള്ള ക്രൂരമായ നിയമങ്ങളായും ഒക്കെ പല നിലയിലുള്ള പ്രയാസങ്ങൾ കൊണ്ട് നാം കഷ്ടപ്പെടും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. വിപത്തുകളിൽ നിന്നും വിപത്തുകൾ വരാതിരിക്കാനുള്ള പ്രവർത്തനങ്ങളും വിശ്വാസങ്ങളും ഉണ്ടാക്കി തീർക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.